രാഹുൽ ഗാന്ധിക്ക് അന്ന് ഫുഡ് പോയ്സൺ കാരണം വരാഞ്ഞതാണ്. പക്ഷെ മറ്റ് ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. ഇനി പോട്ടെ, ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതായിട്ടൊന്നും അവസാനിപ്പിക്കുന്നില്ല. കാരണം രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം നിർത്തിയിട്ടുള്ള കാര്യമില്ല. തൽക്കാലം പൊതുരംഗത്തേക്കില്ല. ഇനി മത്സരിക്കുന്ന ഒരു മൂഡിലേക്കും ഇല്ല. കാരണം സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തണം എന്ന് പറയും. ഇനി ചെറുപ്പക്കാർ വരുമ്പോൾ ഞാൻ മാറി ഷാഫി വന്നപ്പോൾ ഭൂരിപക്ഷം കൂടിയതുപോലെ ഇനി അടുത്ത തവണ തൃശ്ശൂർ ചെറുപ്പക്കാർ വരട്ടെ മത്സരിക്കാൻ. നിയമസഭയിലേക്കും കുറേ ചെറുപ്പക്കാർ വരട്ടെ. ഇനി മത്സരരംഗത്തില്ല. അതായത് എന്നാൽ കഴിയാവുന്ന എല്ലാ കാര്യവും ഞാൻ ചെയ്തു. വ്യക്തിപരമായി എനിക്ക് അതിലൊരു പങ്ക്, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു. സ്വാഭാവികമായിട്ട് സംഘടനാ തലത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാവില്ലേ? അല്ലെങ്കിൽ താങ്കളെ പോലെ ഒരാൾ വരുന്നു, ഭയങ്കര ക്രൗഡ് പുള്ളർ എന്ന നിലയ്ക്ക് വരുന്നു, ഒരുപാട് ആളുകൾ വരുന്നു, പല ആളുകളും വിട്ടുനിന്ന പല ആളുകളും താങ്കൾക്ക് വേണ്ടി പ്രചാരണം രംഗത്തുണ്ടാകുന്നു. പക്ഷെ എന്നിട്ടും വിജയിക്കാൻ കഴിയാത്തതുണ്ടെങ്കിൽ തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിന് ഇതിൽ പങ്കുണ്ടാവില്ലേ? അതെ, എന്തിനാ ജില്ലാ നേതൃത്വത്തിന് മാത്രം പറയേണ്ട കാര്യമില്ലല്ലോ. സംഘടനാ സംവിധാനം കേരളത്തിൽ മൊത്തത്തിൽ കുറേ പ്രയാസത്തിലാണ്. അത് മാറ്റിയെടുക്കണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. അതല്ല അത് കാരണം തോറ്റു എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഒരു പ്രയാസം എനിക്കുള്ള മറ്റൊന്നുമല്ല. ഇവിടെ LDF ജയിച്ചിരുന്നെങ്കിൽ എനിക്ക് ദുഃഖം ഉണ്ടാവില്ലായിരുന്നു. നേമത്ത് കഷ്ടപ്പെട്ടിട്ടാണ് BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചത്. ആ സ്ഥാനത്ത് ഇവിടെ ഞാൻ മത്സരിച്ചിട്ട് പോലും അക്കൗണ്ട് തുറന്നു എന്നുള്ള ഒരു പ്രയാസം എനിക്കുണ്ട്. അതെ, രണ്ട് ഭാഗത്തും ഉണ്ടായിട്ടല്ല, അടിയൊഴുക്കുണ്ടല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ BJPക്ക് ഒട്ടും പ്രതീക്ഷയില്ലാതെ സ്ഥാനാർത്ഥി പോലും മര്യാദയ്ക്ക് വർക്ക് ചെയ്യാത്തൊരു സ്ഥലത്ത് എങ്ങനെ 75,000 വോട്ടിന് ജയിച്ചു? കലാശക്കൊട്ടിൻ്റെ സമയത്ത് കലാശക്കൊട്ടിലേക്ക് വേണ്ടി എല്ലാവരും മാറ്റിവെച്ചു. കലാശക്കൊട്ട് ഒട്ടും മോശമായിട്ടില്ലല്ലോ. പക്ഷേ അതുകൊണ്ട് രാവിലെ അതുകൊണ്ട് വെറുതെ ഒരു പൈലറ്റിനെയും വെച്ചിട്ടല്ല പോകേണ്ടത്. അത്രയും സമയം തൃശ്ശൂർ ടൗണിൽ തന്നെ പലയിടത്തും നേരിട്ട് വോട്ടർമാരെ കാണാൻ സമയം മാറ്റിവെച്ചു. അല്ല, അതിൻ്റെ മെച്ചമുണ്ട്. അതുകൊണ്ടാണല്ലോ 2ാം സ്ഥാനത്ത് വന്നല്ലോ.